എന്റെ പേര് റോസി. ആ, റോസി എന്നാണ് പേര്. നല്ല സുന്ദര. എന്ത് പറ്റി? ഓ, ഇല്ല ഇല്ല ഇല്ല, ഇനി ഞാൻ തൊടുന്നില്ല. അപ്പൊ അതെന്താ? അതെ, പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ ദേഹത്ത് തൊട്ട് സംസാരിക്കാൻ പാടില്ല. അതറിയത്തില്ലേ? ഓ, അത് മനസ്സിലായി. ആ, പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴേ ദേഹത്ത് തൊട്ട് സംസാരിക്കാൻ പാടില്ലെന്നാ റോസി പറയുന്നത്. ശരി, ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതാ നല്ലത്. ഓക്കെ, അതാ നല്ലത്. അല്ല റോസി, അപ്പൊ നമുക്ക് ഈ നല്ല കുട്ടികളാകാൻ എന്ത് ചെയ്യാൻ കഴിയും? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളും എന്നെ പോലെ നല്ല കുട്ടികളാകണം. റോസിയെ പോലെ നല്ല കുട്ടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നും കുളിക്കണം, പല്ല് തേക്കണം, നല്ല വസ്ത്രം ധരിക്കണം, അങ്ങനെയൊക്കെ അല്ലേ? അയ്യോ, അങ്ങനെ മാത്രമല്ലേ, പിന്നെ എങ്ങനെയാ? രാവിലെ എഴുന്നേൽക്കണം. ആഹാ, അപ്പൊ സ്കൂളിൽ പോയില്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം അല്ലേ? സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കുന്നത് പോലെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കണമെന്നാണ് റോസി പറയുന്നത്. ഓക്കെ, പിന്നെ എഴുന്നേറ്റതിന് ശേഷം വ്യായാമം ചെയ്യണം. അതെന്താ? എങ്കിലേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. എന്നെ പോലെ അല്ലേ? റോസിയെ പോലെ എങ്കിലേ നല്ല ആരോഗ്യം ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പിന്നെ വായിക്കണം. എന്തൊക്കെ വായിക്കാം? നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമെന്നാ പറയുന്നത്. പത്രം വായിക്കാമോ? അയ്യോ, പത്രം വായിക്കാം എന്നാൽ വേണ്ടെന്നാ പറയുന്നത്. അതെന്താ? അതില് നല്ല വാർത്ത മാത്രമല്ല മോശമായ വാർത്തകളും ഉണ്ട്. അതുകൊണ്ട് രാവിലെ നല്ല കാര്യങ്ങൾ മാത്രമേ വായിക്കാവൂ എന്നാ റോസി പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ വേറെന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം. നമ്മുടെ ചിന്തകളിൽ നല്ലത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ പ്രവർത്തികളും നല്ലതാകും. എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ മോശമായതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനൊരു ട്രിക്ക് ഉണ്ടെന്നാ പറയുന്നത്. എന്താണ് ആ ട്രിക്ക്? നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മളുടെ രക്ഷകർത്താക്കൾ പറഞ്ഞത് അനുസരിച്ചോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ അനുസരിച്ചതാണോ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഇഷ്ടപ്പെട്ടത്, അനുസരിക്കാതെ ഇരുന്നതാണോ അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് വിലയിരുത്തുക. അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു എങ്കിൽ അതിനെ ഒഴിവാക്കുക. ഓക്കെ, അത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ റോസി. അങ്ങനെ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാകും. ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാകും. ഓക്കെ, അപ്പോ ഇതുപോലെ നിങ്ങളും നല്ല കുട്ടികളായി മാറണം. ഓക്കെ, ടാറ്റാ.